സ്കൂളിൽ പോകാത്ത പെൺകുട്ടി. മേഴ്സി 5ാം ക്ലാസ്സിലായിരുന്നു. അവൾ സുന്ദരിയും ബുദ്ധിശാലിയുമാണെങ്കിലും നാണം കുണുങ്ങിയായിരുന്നു. അവൾ മികച്ച വിദ്യാർത്ഥിനികളിൽ ഒരാളായതിനാലും ഗൃഹപാഠങ്ങൾ നന്നായി ചെയ്യുന്നതിനാലും പരീക്ഷകളിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നതിനാലും അവളുടെ അധ്യാപകർക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. മേഴ്സിയുടെ ചില സഹപാഠികൾക്ക് അവളോട് അസൂയ തോന്നിയിരുന്നു. അവർ അവളെ എപ്പോഴും കളിയാക്കുകയും അവളുടെ വസ്ത്രങ്ങൾ സ്റ്റൈൽ ഇല്ലാത്തവയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം അവളുടെ ചില സഹപാഠികൾ അവൾ ഇരിക്കുന്ന കസേരയുടെ ഇരിപ്പിടത്തിൽ പശ ഒഴിച്ചു. മേഴ്സി അവിടെ പശയുണ്ടെന്ന് അറിയാതെ അതിലിരുന്നു. അധ്യാപകൻ അവളെ ക്ലാസ്സിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ വിളിച്ചപ്പോൾ അവൾ എഴുന്നേൽക്കുകയും കസേരയിൽ ഒട്ടിപ്പോയ അവളുടെ പാവാട കീറുകയും ചെയ്തു. ക്ലാസ് മുഴുവൻ അവളുടെ കീറിയ പാവാട കണ്ട് ഉറക്കെ അവളെ നോക്കി ചിരിച്ചു. മേഴ്സി കരയുകയും വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത വിധം നാണം കെടുകയും ചെയ്തു. മാനക്കേട് കാരണം അവൾ വീട്ടിലേക്ക് പോവുകയും ഇനി സ്കൂളിലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അവളുടെ മാതാപിതാക്കൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അധ്യാപകർ ഉപദേശിച്ചു. മനഃശാസ്ത്രജ്ഞന്മാരും ഇടവകയിലെ വൈദികനും അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൾ വഴങ്ങിയില്ല. ഒരു ദിവസം മേഴ്സിയുടെ മാതാപിതാക്കൾ അവളെയും കൂട്ടി ആശ്രമത്തിൽ തിയോ അച്ഛനെ കാണാൻ പോയി. അവർ മേഴ്സിയുടെ അവസ്ഥ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. തിയോ അച്ഛൻ അവളുടെ നെറുകയിൽ തന്റെ കൈവച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു. അദ്ദേഹം അവളെ ആശീർവദിക്കുന്ന നേരത്ത് മേഴ്സി ബോധം കെട്ട് നിലത്ത് വീണു. അവളുടെ മാതാപിതാക്കൾ അവളെ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ തിയോ അച്ഛൻ പറഞ്ഞു, അവളെ ഉണർത്താനായിട്ടില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, തനിയെ ഉണർന്നുകൊള്ളും. കുറച്ചു കഴിഞ്ഞ് മേഴ്സി കണ്ണുകൾ തുറന്നു. അവൾ തന്റെ അടുത്തിരിക്കുന്ന മാതാപിതാക്കളെ നോക്കി കൂടുതൽ ഉന്മേഷത്തോടെ. തിയോ അച്ഛൻ അവൾക്ക് നിത്യവും വായിക്കാൻ ഒരു പ്രാർത്ഥനാ കാർഡ് നൽകി. ഫ്രാൻസിസ് വിശുദ്ധന്റെ സമാധാന പ്രാർത്ഥനയായിരുന്നു അതിലുള്ളത്. തിയോ അച്ഛൻ അവളോട് പറഞ്ഞു, മറ്റുള്ളവരോട് ക്ഷമിച്ച് സമാധാനത്തിന്റെ പ്രതീകമാകൂ. നാളെ സ്കൂളിലേക്ക് തിരിച്ചു പോകാൻ നീ തയ്യാറാകും. അടുത്ത ദിവസം മേഴ്സി സ്കൂളിൽ പോയപ്പോൾ അവളുടെ സഹപാഠികളിൽ ഒരുപാട് പേർ അവളെ സ്വാഗതം ചെയ്തു. അധ്യാപകർക്ക് അവളെ കണ്ടതിൽ സന്തോഷം തോന്നി. തന്റെ കസേരയിൽ പശ പുരട്ടിയ സഹപാഠികളെ കണ്ടപ്പോൾ മേഴ്സി തന്റെ ഹൃദയത്തിൽ അവരോട് ക്ഷമിച്ചു. അന്നു മുതൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ സമാധാന പ്രാർത്ഥന അവൾ നിത്യവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അധ്യായം 2. പള്ളി നിർമ്മാണ തൊഴിലാളികൾ. കാപ്പുച്ചിൻ ആശ്രമത്തിന്റെ സ്ഥാപകനും നടത്തിപ്പുകാരനുമാണ് തിയോ അച്ഛൻ. ആശ്രമത്തിനോട് ചേർന്ന് ഒരു പള്ളി കൂടി നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. വാസ്തുശില്പിയും തിയോ അച്ഛനും ചേർന്ന് പള്ളിയുടെ മനോഹരമായ ഒരു രൂപരേഖ തയ്യാറാക്കി. പള്ളി നിർമ്മിക്കാൻ വേണ്ട പണം കൈവശമില്ലെങ്കിലും അതിനാവശ്യമായ സാമ്പത്തിക സഹായം ദൈവം നൽകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ ഉറച്ച വിശ്വാസത്തിന് പുറത്ത് അദ്ദേഹം പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. ഇത് ഒരിക്കലും നടക്കുമെന്ന് മറ്റു സന്യാസികൾ വിശ്വസിച്ചില്ല. പണമില്ലാതെ ഇത്രയും മനോഹരമായ ഒരു പള്ളി നിർമ്മിക്കാൻ എന്തെങ്കിലും അത്ഭുതം നടക്കേണ്ടി വരുമെന്ന് അവർ കരുതി. ഒരു ദിവസം സഹനടത്തിപ്പുകാരൻ തിയോ അച്ഛന്റെ മുറിയിലേക്ക് ചെന്ന് പള്ളി നിർമ്മിക്കുന്ന തൊഴിലാളികൾ തങ്ങളുടെ കൂലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുവെന്നും അവർക്ക് കൊടുക്കാൻ പണമില്ല എന്നും അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം സഹനടത്തിപ്പുകാരനോട് ഇങ്ങനെ പറഞ്ഞു, ദയവായി ആ തൊഴിലാളികളോട് 1 മണിക്കൂർ കൂടി കാത്തു നിൽക്കാൻ പറയൂ. അതിനുശേഷം തിയോ അച്ഛൻ പ്രാർത്ഥിക്കാനായി ചാപ്പലിലേക്ക് പോയി. തിയോ അച്ഛൻ ചാപ്പലിലായിരിക്കുന്ന സമയത്ത് ആശ്രമത്തിന്റെ കാവൽക്കാരൻ വന്ന് ഒരു ചെറിയ ആൺകുട്ടി ഒരു ബാഗ് കൊണ്ടുവന്ന് നൽകിയ ശേഷം കടന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. ബാഗ് തുറന്നു നോക്കാതെ തന്നെ തിയോ അച്ഛൻ അത് സഹനടത്തിപ്പുകാരന് കൈമാറാൻ കാവൽക്കാരനോട് പറഞ്ഞു. ഈ സമയം നിർമ്മാണ തൊഴിലാളികളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്ന സഹനടത്തിപ്പുകാരന്റെ പക്കൽ ബാഗ് നൽകി ഇത് തിയോ അച്ഛൻ തന്നതാണെന്നും തുറന്നു നോക്കാനും കാവൽക്കാരൻ പറഞ്ഞു. തൊഴിലാളികൾ ആകാംക്ഷയോടെ തങ്ങളുടെ കൂലിക്കായി കാത്തുനിൽക്കുന്ന സമയത്ത് സഹനടത്തിപ്പുകാരൻ ആ ബാഗ് തുറന്നു. ആ ബാഗിൽ നിറയെ പണമായിരുന്നു. അത് നിറഞ്ഞ് കവിഞ്ഞ് നിലത്ത് വീഴുന്ന അത്ര പണമുണ്ടായിരുന്നു. ബാഗിനകത്ത് ഇത്രയധികം പണമുള്ളത് തൊഴിലാളികൾ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ തൊഴിലാളികൾക്കും ആ മാസം മുഴുവനും ആവശ്യമായ പണം അതിലുണ്ടായിരുന്നു. സഹനടത്തിപ്പുകാരൻ മുട്ടുകുത്തി ദൈവത്തിന് നന്ദി പറയുകയും തന്റെ അവിശ്വാസത്തിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അധ്യായം 3. കുപിതനായ മനുഷ്യനും അയാളുടെ നായയും. ജോർജ് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നയാളാണ്. അയാൾക്കും ഭാര്യയ്ക്കും കൂടി 2 മക്കളുണ്ട്. അവർ ദരിദ്രരാണെങ്കിലും സ്നേഹത്താലും വിശ്വാസത്താലും നന്നായി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർ ഒരു ചെറിയ സ്ഥലത്താണ് തങ്ങളുടെ വീട് പണിതിരിക്കുന്നത്. ആ വീട് വെഞ്ചരിക്കേണ്ട ദിവസം വന്നപ്പോൾ
ഇടവകയിലെ വൈദികൻ അതിന് വിസമ്മതിച്ചു. കാരണം വീട് വെഞ്ചരിക്കാൻ നൽകേണ്ട തുക ആ കുടുംബത്തിന്റെ പക്കൽ ഇല്ലായിരുന്നു. ആ കുടുംബത്തിലെ എല്ലാവരും ദുഃഖിതരായി. പാവങ്ങളുടെ തോഴൻ എന്ന് പട്ടണത്തിൽ മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഫ്രാൻസിസ്കൻ സന്യാസിയായ തിയോ അച്ഛനെക്കുറിച്ച് അവർ കേട്ടിരുന്നു. തങ്ങളുടെ ചെറുഭവനം വെഞ്ചരിക്കാൻ സഹായിക്കണമെന്ന് ആ കുടുംബം അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. പണം കൂടാതെ വീട് വെഞ്ചരിക്കാൻ തിയോ അച്ഛൻ തൽക്ഷണം സമ്മതം മൂളി. തിയോ അച്ഛന് അവിടേക്ക് എത്തിച്ചേരാൻ ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു. ആ ഗ്രാമത്തിലേക്ക് ശരിയായ റോഡുകളൊന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് കുറ്റിക്കാടുകൾ, അരുവികൾ, ചെളിക്കുഴികൾ എന്നിവയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു. തിയോ അച്ഛൻ വീടെത്താറായപ്പോൾ ജയൻ എന്ന അയൽക്കാരൻ തന്റെ അക്രമകാരിയായ നായയെ അഴിച്ചുവിട്ടു. അത് അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി. നായ അതിന്റെ പല്ലുകൾ കാട്ടി മുരണ്ടുകൊണ്ട് തന്റെ അടുത്തേക്കെത്തിയപ്പോൾ തിയോ അച്ഛൻ അതിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, അവിടെ ഇരിക്കൂ. നായ അദ്ദേഹത്തെ അനുസരിച്ചു. തിയോ അച്ഛൻ വെഞ്ചരിക്കാനായി വീട്ടിലേക്ക് പോയി. അദ്ദേഹം ആ കുടുംബത്തെ അഭിവാദ്യം ചെയ്ത് വീട് വെഞ്ചരിച്ച് കുട്ടികൾക്ക് കുറച്ച് മിഠായികൾ കൊടുത്തു. അവർക്കെല്ലാം വളരെയധികം സന്തോഷവും കൃതജ്ഞതയും തോന്നി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം ഓരോ കുടുംബാംഗങ്ങളുടെയും നെറുകയിൽ കൈവച്ച് ദൈവാനുഗ്രഹം നൽകി. എന്നിട്ട് തിയോ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹം വീട്ടിലേക്ക് വന്ന വഴിയല്ലാതെ വേറെ ഒരു വഴിയിലൂടെയാണ് ആശ്രമത്തിലേക്ക് തിരിച്ചുപോയത്. അടുത്ത ദിവസം ജയൻ തിയോ അച്ഛനെ കാണാൻ ആശ്രമത്തിലേക്ക് ചെന്നു. തിയോ അച്ഛൻ തന്റെ വീട്ടിലേക്ക് വരികയും തന്റെ നായയെ സഹായിക്കുകയും ചെയ്യണമെന്ന് അയാൾ അപേക്ഷിച്ചു. തിയോ അച്ഛൻ ആശ്ചര്യത്തോടുകൂടി എന്താണ് നായയ്ക്ക് സംഭവിച്ചത് എന്ന് ജയനോട് തിരക്കി. ആ നായ ഇപ്പോഴും തിയോ അച്ഛൻ ഇന്നലെ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നതെന്നും അവിടെ നിന്ന് നീങ്ങുകയോ ഭക്ഷണമോ വെള്ളമോ കഴിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ജയൻ പറഞ്ഞു. തിയോ അച്ഛൻ ജയനോട് എല്ലാം ശരിയാകുമെന്നും നായ ഇനി മുതൽ നല്ല പെരുമാറ്റം കാണിക്കും എന്നും പറഞ്ഞു. അദ്ദേഹം അയാൾക്ക് തന്റെ അനുഗ്രഹം നൽകാമെന്ന് പറഞ്ഞ് കുറച്ച് പുണ്യജലം നൽകി അത് നായയുടെ മേൽ തളിക്കാൻ പറഞ്ഞു. തിയോ അച്ഛൻ നിർദ്ദേശിച്ച പോലെ ജയൻ എല്ലാം ചെയ്തപ്പോൾ നായ എണീറ്റ് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു. അന്നു മുതൽ തന്റെ നായയ്ക്ക് അക്രമ സ്വഭാവം നൽകുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നത് ജയൻ നിർത്തി. കൂടാതെ ജയൻ മറ്റുള്ള ആളുകളോടുള്ള തന്റെ ചീത്ത മനോഭാവം മാറ്റി. അധ്യായം 4. പ്രേതബാധയുള്ള വീടിന്റെ വെഞ്ചരിപ്പ്. ടോണിയുടെ വീട് അയാളുടെ 2 മക്കൾക്കും ഭാര്യ മാർത്തയ്ക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷേ അവരുടെ അയൽവാസികൾ ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് വിശ്വസിച്ചു. കാരണം രാത്രി മധ്യേ ആ വീട്ടിൽ നിന്ന് നിലവിളികളും വിചിത്രമായ ശബ്ദങ്ങളും അവർ കേൾക്കാറുണ്ട്. ടോണിയും മാർത്തയും ആ വീട്ടിൽ 25 വർഷത്തിലധികമായി താമസിക്കുന്നുണ്ടെങ്കിലും അവർ ഒരിക്കലും അസാധാരണമായ ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഈയിടെയായി തങ്ങളുടെ മച്ചിലും അടുക്കളയിലും വീടിന്റെ പുറകുവശത്തും എന്തൊക്കെയോ വിചിത്ര സംഭവങ്ങൾ നടക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഈ വീട് ടോണിക്ക് അയാളുടെ മാതാപിതാക്കളുടെ മരണശേഷം ലഭിച്ചതാണ്. തന്റെ മാതാപിതാക്കളെ വാർദ്ധക്യകാലത്ത് പരിപാലിച്ച മകനാണ് ടോണി. വീടിന്റെ അകത്തും പുറത്തും എന്തോ വിചിത്രമായി സംഭവിക്കുന്നുണ്ടെന്ന് മാർത്തയും ശ്രദ്ധിക്കാൻ തുടങ്ങി. ടോണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, എല്ലാം നീ ആലോചിച്ച് കൂട്ടുന്നതാണ്. പക്ഷേ അയാളുടെ മനസ്സിൽ തന്നെയും തന്റെ കുടുംബത്തെയും ദുർമന്ത്രവാദം ഉപയോഗിച്ച് ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നൽ വന്നു. ഒരു ദിവസം തന്റെ പുളിമരത്തിന്റെ ഇലകൾ എല്ലാം പൊഴിഞ്ഞു വീണത് ടോണി കണ്ടു. ശിഖരങ്ങളിൽ ഒരൊറ്റ ഇല പോലും ഇല്ലാതെ മരം അസ്ഥികൂടം കണക്കെ കാണപ്പെട്ടു. കഴിഞ്ഞ രാത്രി അസാധാരണമായ കാലാവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ മരങ്ങളിലെ ഇല പൊഴിയുന്ന കാലവുമല്ല. ടോണി അത് മറക്കാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത ദിവസം ആ മരം നോക്കിയപ്പോൾ അതിന്റെ അടുത്ത് എല്ലുകൾ, വടികൾ, പേപ്പർ ബാഗുകൾ തുടങ്ങിയ ചപ്പുചവറുകൾ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. പുളിമരത്തിൽ ഇപ്പോൾ ശിഖരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് പേടിയാവാൻ തുടങ്ങി. തങ്ങളുടെ മുറിയിൽ കിടക്കാൻ പേടിയായതുകൊണ്ട് മക്കൾ 2 അയാളുടെയും മാർത്തയുടെയും മുറിയിലാണ് ഉറങ്ങാൻ കിടക്കുന്നത്. അവരുടെ അയൽവാസികൾ അവരെപ്പറ്റി ഓരോ കഥകൾ പറഞ്ഞു പരത്തി. ടോണിയും മാർത്തയും അവരുടെ ഇടവകയിലെ വൈദികന്റെ അടുക്കൽ സഹായം അഭ്യർത്ഥിച്ചു ചെന്നു. ഈ കഥ കേട്ട് ഭയപ്പെട്ട ഇടവക വൈദികൻ അവരോട് പറഞ്ഞു, തിയോ അച്ഛൻ ഈ കേസ് നോക്കട്ടെ. എന്നിട്ട് അവരുടെ അടുത്ത് തിയോ അച്ഛനെ ഏൽപ്പിക്കാൻ ഒരു കത്ത് നൽകി. ടോണി തിയോ അച്ഛനെ ചെന്ന് കണ്ട് ആ കത്ത് അദ്ദേഹത്തിന് കൊടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു. തിയോ അച്ഛൻ ടോണിയുടെയും മാർത്തയുടെയും വീട് സന്ദർശിക്കാം എന്ന് ഉറപ്പുകൊടുത്തു. തിയോ അച്ഛൻ വന്ന ദിവസം പ്രേതബാധയുള്ള വീട് കാണാൻ കുറെ അയൽവാസികളും വന്നു. തിയോ അച്ഛൻ തന്റെ പ്രാർത്ഥനാ ഷാൾ അണിഞ്ഞ് തന്റെ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം
അദ്ദേഹം കുടുംബാംഗങ്ങളോട് കർത്താവിന്റെ പ്രാർത്ഥന തന്റെ കൂടെ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അവർ ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കെ അടുക്കളയിൽ നിന്ന് വലിയൊരു ആഘാതം പോലെയുള്ള ശബ്ദം കേട്ടു. കുട്ടികൾ ഭയചകിതരായി. ടോണിയും മാർത്തയും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. അത് പോയി നോക്കാൻ അവർ ഭയന്നു. തിയോ അച്ഛൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അവരുടെ പൂച്ച ഒരു പാത്രം നിലത്ത് തട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. തിയോ അച്ഛൻ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, കാര്യമാക്കേണ്ട, അത് നിങ്ങളുടെ പൂച്ചയാണ്. അദ്ദേഹം പ്രാർത്ഥനകൾ തുടർന്നു. ശേഷം കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. അതിനുശേഷം ആ വീട്ടിലെ ഓരോ മുറിയിലും അദ്ദേഹം പുണ്യജലം തളിച്ചു. വീടിന് പുറത്തെത്തി ഉണങ്ങി നശിക്കാനായ പുളിമരം കണ്ട അദ്ദേഹം ഒരു നിമിഷം നിന്ന ശേഷം ടോണിയോട് ഒരു മഴ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തിയോ അച്ഛൻ ആ മരം വെട്ടിക്കളഞ്ഞു. ആ ദിവസം മുതൽ നിലവിളികളോ അസാധാരണ ശബ്ദങ്ങളോ ഉണ്ടായിട്ടില്ല. പ്രേതബാധയേറ്റ വീട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ വീടായി മാറി. അധ്യായം 5. ബുള്ളി എന്ന കാള. ഒരു ദിവസം അലി തന്റെ അക്രമകാരിയായ കാളയെ ആലയിൽ നിന്നും വീടിന്റെ പുറകുവശത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അലി കാളയുടെ കയർ ഒരു മരത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാളുടെ കയ്യിൽ നിന്നും കാള കുതിറി ഓടി. കാള കരുത്തനായതുകൊണ്ട് അലിക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത് പരിഭ്രാന്തനായി ഓടി. അത് അലിയുടെ വീടിന്റെ പുറകുവശത്തു നിന്നും പൊതുനിരത്തിലേക്ക് പോയി. പൊടുന്നനെ എല്ലാം താറുമാറായി. കാള തന്റെ മുന്നിൽ കാണുന്നതെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. കാള അയൽവാസികളുടെ തോട്ടങ്ങളുടെ വേലികൾ തകർത്ത് അവ ചവിട്ടി മെതിച്ചു. പാവമാടുകളെ കൊമ്പിൽ കോർത്ത് വലിച്ചെറിഞ്ഞു. അയൽപ്പക്കത്തുള്ള ഒരു നായ കുരച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടി. കാള നായയെ കൊമ്പിൽ കോർത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. നായ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. കുട്ടികളെയൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നെടുത്ത് വീടുകളിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും അടച്ചിട്ട മുറികളിലേക്കുമാക്കി. ആളുകൾ പരിഭ്രാന്തരായി സഹായത്തിന് നിലവിളിച്ചു. കാളയെ പിടിച്ചുകെട്ടാൻ എല്ലാവരും അതിന്റെ പിറകെ ഒരു കയറുമായി ഓടി. നിർഭാഗ്യവശാൽ വിരളി പിടിച്ച് ഓടുന്ന കാളയെ കെട്ടിയിടാൻ ആർക്കും കഴിഞ്ഞില്ല. ആരോ ഒരാൾ ഓടിച്ചെന്ന് തിയോ അച്ഛനോട് കാള നടത്തുന്ന പരാക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരുപാട് ആളുകൾ തിയോ അച്ഛനെ കാളയുടെ അടുത്തേക്ക് പോകുന്നതിൽ നിന്നും വിലക്കിയെങ്കിലും അദ്ദേഹത്തിന് ആ സമൂഹത്തെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. തിയോ അച്ഛന് ഇത് അപകടമാണെന്നും ആർക്കെങ്കിലും കാര്യമായ പരിക്ക് പറ്റാം എന്നറിയാമായിരുന്നു. അതിനാൽ കാളയെ കണ്ടുപിടിച്ച് അതിനെ തടയാൻ അദ്ദേഹം തീരുമാനിച്ചു. അതേസമയം വാഹനങ്ങൾക്കും ആളുകളുടെ സ്ഥലങ്ങളിലും അവരുടെ വളർത്തുമൃഗങ്ങൾക്കും കൂടുതൽ അപകടങ്ങൾ വരുത്തുന്നത് കാള തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ തെരുവിന്റെ ഒരു വളവിൽ തിയോ അച്ഛൻ മെരുക്കമില്ലാത്ത ആ കാളയെ കണ്ടു. തിയോ അച്ഛൻ തന്റെ കൈകൾ രണ്ടും തന്റെ തലയ്ക്കുമീതെ ഉയർത്തി കാളയുടെ അടുത്തേക്ക് ചെന്ന് അതിനോട് ഇങ്ങനെ പറഞ്ഞു, നിർത്തൂ, ഇത്ര മതി, നിർത്തൂ. ഒരു ഇടിവെട്ട് തന്റെ മേൽ പതിച്ച പോലെ കാള ശാന്തമായി ശബ്ദമില്ലാതെ നിന്നു. ഈ സമയത്ത് അലി വന്ന് കാളയുടെ കഴുത്തിനു ചുറ്റും കയർ ചുറ്റി. കുറെ ആളുകൾ മുൻപോട്ട് വന്ന് കാളയെ പിടിക്കാൻ സഹായിച്ചു. അധ്യായം 6. സുഖപ്പെടുത്തുന്ന കൈകൾ. എല്ലാ വെള്ളിയാഴ്ചയും നൂറുകണക്കിന് ആളുകൾ തിയോ അച്ഛന്റെ ഭാഗികമായി പൂർത്തിയാക്കിയ പള്ളിയിലേക്ക് വന്ന് രോഗശാന്തി ശുശ്രൂഷകളിൽ പങ്കെടുക്കും. ഈ ആളുകൾ അടുത്തുള്ള പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഉള്ളവരാണ്. അവർ ധനികരോ ദരിദ്രരോ ആവാം, രോഗമുള്ളവരോ ആരോഗ്യമുള്ളവരോ ആവാം, ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ ആവാം. അവരിൽ ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളുമുണ്ട്. വെയിലോ മഴയോ എന്ന വ്യത്യാസമുണ്ടായിരുന്നില്ല. ആളുകൾ അവിടെ വന്ന് തിയോ അച്ഛന്റെ അനുഗ്രഹം വാങ്ങാനും രോഗശാന്തി ശുശ്രൂഷകളിൽ പങ്കെടുക്കാനുമാണ്. തിയോ അച്ഛൻ തനിക്ക് എല്ലാ ആഴ്ചയും ലഭിക്കുന്ന കൃതജ്ഞതാക്കുറിപ്പുകൾ വായിക്കാറുണ്ട്. ആ കുറിപ്പുകളിൽ ആളുകൾ തങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ വിവരിക്കും. പുതിയ ഉദ്യോഗം ലഭിച്ചത്, കോളേജിൽ പ്രവേശനം ലഭിച്ചത്, മാറാവ്യാധികൾ സുഖപ്പെട്ടത്, കുടുംബകലഹങ്ങൾ സമാധാനപൂർവ്വം ഒത്തുതീർപ്പായത് തുടങ്ങിയവ. രോഗശാന്തി ശുശ്രൂഷകൾ ബാഹ്യമായ സുഖപ്പെടുത്തലുകൾ മാത്രമല്ല, മറിച്ച് ആളുകളിൽ പുതുതായി രൂപപ്പെട്ട ആത്മീയ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം തിയോ അച്ഛൻ ഗുരുതര രോഗങ്ങൾ ബാധിച്ച ആളുകളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം അവരുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കും. ചിലപ്പോഴൊക്കെ ഈ അനുഗ്രഹം നൽകുന്നതിനിടയിൽ ആളുകൾ ബോധരഹിതരാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ബോധരഹിതരായവരെ പള്ളിയിലെ സേവകന്മാർ അഥവാ കുടുംബാംഗങ്ങൾ എടുത്ത് വലിയ ഹാളിലേക്ക് മാറ്റും. ആൾത്തിരക്കിലെ ചൂടിൽ നിന്നും കൂടുതൽ വായുസഞ്ചാരം ലഭിച്ച് സുഖപ്പെടുവാൻ വേണ്ടി ആളുകൾ അവിടെ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ടാകും.
വെള്ളിയാഴ്ചയിൽ സേവകന്മാർ എല്ലാവർക്കും ഉച്ചഭക്ഷണം തയ്യാറാക്കും. അതിൽ പങ്കെടുക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യും. നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകൾ വന്നാലും എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉണ്ടാകും. ഇതിൽ പങ്കെടുക്കുന്ന ചില ആളുകൾക്കെങ്കിലും അത് ആ ആഴ്ചയിൽ ലഭിച്ച ഒരേ ഒരു പൂർണ്ണ ഭക്ഷണമാകാം. സേവകന്മാർ തങ്ങൾക്കിടയിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്: എങ്ങനെയാണ് നമുക്ക് നൂറുകണക്കിന് ആളുകൾക്ക് ഇത്ര കുറച്ച് ഭക്ഷണം മാത്രം തയ്യാറാക്കി നൽകാൻ സാധിക്കുന്നത്? അധ്യായം 7. തിയോ അച്ഛൻ എന്റെ മകനെ സുഖപ്പെടുത്തി. സാമിന് 10 വയസ്സായതേയുള്ളൂ. അവന് 2 വയസ്സായപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു. കുടുംബ ആൽബത്തിലുള്ള ചില ഫോട്ടോകളിലൂടെയല്ലാതെ അവന് തന്റെ അമ്മയുടെ മുഖം ഓർമ്മയില്ല. അവന്റെ അച്ഛനായിരുന്നു അവന് അച്ഛനും അമ്മയും. ഒരു ദിവസം സാമിന്റെ അച്ഛന് സാം ക്ലാസ്സിൽ വെച്ച് ബോധരഹിതനായി എന്ന് അവന്റെ സ്കൂളിൽ നിന്ന് വിവരം ലഭിച്ചു. ചിലർ കരുതി അവൻ പ്രാതൽ കഴിക്കാതിരുന്നതിനാൽ ആകുമെന്ന്. മറ്റു ചിലർ അവന് പരീക്ഷയെ പേടിച്ചിട്ടാകും എന്ന് കരുതി. എന്തുതന്നെയായാലും അധ്യാപകനും സഹപാഠികളും അവനെ സ്കൂളിലെ കാര്യനിർവഹണ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവന്റെ മുഖത്ത് കുറച്ച് വെള്ളം തളിച്ച് അവന്റെ അച്ഛൻ വരാൻ വേണ്ടി കാത്തിരുന്നു. സാമിന്റെ അച്ഛൻ ചാൾസ് ഒരു ഓട്ടോറിക്ഷയിൽ സ്കൂളിലേക്ക് വന്നു. തന്റെ മകൻ ബെഞ്ചിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് അയാൾ പേടി കാരണം കരഞ്ഞു വിറയാർന്ന കൈകളാൽ അവനെ എടുത്ത് ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് ഓടി. അതിന്റെ ഡ്രൈവറോട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. നഴ്സുമാരും ഡോക്ടർമാരും സാമിനെ പരിശോധിച്ചപ്പോൾ അവൻ അനങ്ങാൻ തുടങ്ങുകയും കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കുകയും ചെയ്തു. ചാൾസിന് ആശ്വാസമായെങ്കിലും ഡോക്ടർ അയാളുടെ മകന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗുളികകൾ നൽകി. അയാളുടെ മകന് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഉറപ്പില്ലായിരുന്നു. അവരുടെ ഊഹം ഇത് അപസ്മാരമായിരുന്നു എന്നാണ്. സാം ഒരുപാട് മെഡിക്കൽ ടെസ്റ്റുകൾ എടുത്തെങ്കിലും എല്ലാത്തിന്റെയും ഫലം വെവ്വേറെ രോഗങ്ങളാണ് നിർണയിച്ചത്. അതിനാൽ വിവിധതരം മരുന്നുകൾ അവന് എഴുതിക്കൊടുത്തു. സാമിന്റെ രോഗബാധ കൂടുകയും അവൻ കൂടുതൽ ബലഹീനനാവുകയും ചെയ്തു. അവനിനി സ്കൂളിൽ പോകാൻ കഴിയില്ല. അവന്റെ അച്ഛൻ ചാൾസ് അവന്റെ അടുക്കൽ 24 മണിക്കൂറും വേണം. ഒരുപാട് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അവന്റെയും ചാൾസിന്റെയും അവസ്ഥയിൽ ദുഃഖിച്ചെങ്കിലും അവർക്ക് സാമിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ചാൾസ് സാമിനെ ഒരുപാട് വിദഗ്ധരുടെ അടുത്തേക്ക് കൊണ്ടുപോയി പ്രത്യേക ടെസ്റ്റുകൾ നടത്തിയെങ്കിലും ഫലപ്രദമായ ചികിത്സാ രീതികളോ സൗഖ്യമാർഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാമിന് എന്താണ് കുഴപ്പമെന്നറിയാതെ 2 വർഷം കടന്നുപോയി. ഇടവകയിലെ വാർഷിക ധ്യാനത്തിൽ തിയോ അച്ഛനായിരുന്നു സന്ദർശക പ്രഭാഷകൻ. ചാൾസിന്റെ കൂട്ടുകാർ അവന്റെ വീട്ടിൽ പോയി പുതിയ സന്ദർശക വൈദികനായ തിയോ അച്ഛനെ കുറിച്ച് പറഞ്ഞു. അവർ സാമിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ചാൾസിനെ സഹായിക്കുകയും തിയോ അച്ഛനെ കാണാൻ കാത്തുനിൽക്കുകയും ചെയ്തു. ഇടവക വൈദികൻ തിയോ അച്ഛനോട് ചാൾസിന്റെ രോഗബാധിതനായ മകനെ കാണാൻ പറഞ്ഞു. തിയോ അച്ഛൻ സാമിന്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. സാമും ചാൾസും കരയാൻ തുടങ്ങി. അതിനുശേഷം തിയോ അച്ഛൻ സാമിന്റെ കൈകൾ പിടിച്ച് അവനോട് എണീറ്റ് തന്റെ കൂടെ നടക്കാൻ ആവശ്യപ്പെട്ടു. സാം സ്വന്തം കരുത്തിൽ എണീറ്റ് നിൽക്കുകയും അച്ഛന്റെ കൂടെ വീട്ടിലേക്ക് നടന്നു പോവുകയും ചെയ്തു. 2 വർഷമായി സ്കൂളിൽ പോകാൻ കഴിയാതിരുന്ന സാമിന് പൂർണ്ണമായും സുഖപ്പെട്ട് സ്കൂളിലേക്ക് തിരിച്ചു പോവാൻ കഴിഞ്ഞു. മുൻപ് രോഗമൊന്നും ബാധിക്കാത്ത ആളെ പോലെ. തന്റെ മകനെ തിയോ അച്ഛൻ സൗഖ്യപ്പെടുത്തിയ കാര്യം ചാൾസ് മറ്റുള്ളവരോട് പറഞ്ഞു. പക്ഷെ യേശുവാണ് തന്നെ സൗഖ്യപ്പെടുത്തിയതെന്നും തിയോ അച്ഛൻ അതിനൊരു ഉപകരണമായാണ് പ്രവർത്തിച്ചതെന്നും സാമിന് അറിയാമായിരുന്നു. അധ്യായം 8. സമാധാനം നൽകുന്നവൻ. എല്ലാ വർഷവും ഒരുപാട് ഇടവകകൾ ജനങ്ങൾക്ക് വേണ്ടി വാർഷിക ധ്യാനം നടത്തിയിരുന്നു. തിയോ അച്ഛന്റെ ധ്യാനത്തിന് ചില പ്രത്യേക ഘടകങ്ങൾ ഉണ്ടായിരുന്നു. വീട് വെഞ്ചരിപ്പ്, പിശാചുബാധ ഒഴിപ്പിക്കൽ, ദുർമന്ത്രവാദം തടയൽ, കുടുംബാംഗങ്ങളുടെ അനുരഞ്ജനം, അയൽക്കാർ തമ്മിലുള്ള സമാധാനം, സെമിറ്റേരിയിൽ വെച്ചുള്ള അവസാന വിധിയുടെ പ്രഭാഷണം തുടങ്ങിയവ. സെമിറ്റേരിയിലെ പ്രഭാഷണം ആളുകളെ ശരിക്കും ഭയപ്പെടുത്തുവാൻ സാധ്യതയുള്ളതിനാൽ 10 വയസ്സിനു താഴെയുള്ള കുട്ടികളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാലും ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ധ്യാനത്തിലെ ഈ ഭയപ്പെടുത്തുന്ന ഭാഗത്തിൽ പങ്കെടുപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു ധ്യാനത്തിൽ തിയോ അച്ഛൻ സെമിറ്റേരിയിൽ വെച്ചുള്ള പ്രഭാഷണത്തിൽ ശവക്കുഴിയിൽ നിന്നുള്ള ഒരു തലയോട്ടി കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു.
അത് തങ്ങളുടെ മാതാപിതാക്കൾ അഥവാ പിതൃക്കൾ എന്നിവരിൽ ആരുടെയോ തലയോട്ടിയാണെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നു. പ്രഭാഷണത്തിനിടയിൽ പങ്കെടുത്ത ഒരാൾ ബോധരഹിതനായി. അയാളെ സെമിറ്റേരിയിൽ നിന്നും പുറത്തെത്തിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. മത്തായി എന്നായിരുന്നു അയാളുടെ പേര്. വൈകുന്നേരം മത്തായിയും അയാളുടെ കുടുംബാംഗങ്ങളും തിയോ അച്ഛനോട് സംസാരിക്കാനായി വന്നു. തങ്ങളുടെ അയൽക്കാരൻ വർക്കിയുമായി അനുരഞ്ജനത്തിന് മധ്യസ്ഥം വഹിക്കുവാൻ അവർ തിയോ അച്ഛനോട് അഭ്യർത്ഥിച്ചു. താൻ വർക്കിയോട് സംസാരിക്കാമെന്ന് തിയോ അച്ഛൻ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ വർക്കിയും അയാളുടെ അയൽക്കാരൻ മത്തായും തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെ കാര്യം തിയോ അച്ഛൻ സൂചിപ്പിച്ചപ്പോൾ അയാൾ ദുർവാശിയോടെ പങ്കെടുക്കുവാൻ നിരസിച്ചു. തിയോ അച്ഛൻ അത് അംഗീകരിക്കുകയും ഈ സമയത്തല്ല അയൽക്കാർ തമ്മിലുള്ള അനുരഞ്ജനത്തിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. തിയോ അച്ഛൻ വർക്കിയോട് പറഞ്ഞു, നിങ്ങൾ തയ്യാറാകുമ്പോൾ ദയവായി എന്നെ അറിയിക്കൂ. തിയോ അച്ഛൻ ഇടവകയിലേക്ക് തിരിച്ചുപോയി ധ്യാന പരിപാടി തുടർന്നു. അടുത്ത ദിവസം രാവിലെ പള്ളിയുടെ മുൻഭാഗത്ത് വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. സമാധാനം സംസാരിക്കാൻ വിസമ്മതിച്ച വർക്കിയെ കഴുത്ത് മുതൽ കാൽപാദം വരെ തളർന്ന മട്ടിൽ ഒരു കോട്ടിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഇടവക വൈദികൻ തിയോ അച്ഛനോട് പറഞ്ഞു. തിയോ അച്ഛനോട് കരഞ്ഞുകൊണ്ട് വർക്കി മാപ്പപേക്ഷിച്ചു. അച്ഛൻ മറുപടിയായി ചോദിച്ചു, ഇപ്പോൾ നീ മത്തായിയുമായി സമാധാനം സംസാരിക്കാൻ തയ്യാറാണോ? വർക്കി പറഞ്ഞു, അതെ, എന്റെ ധിക്കാരം പൊറുക്കേണമേ. തിയോ അച്ഛൻ ഇടവക വൈദികനോട് മത്തായിയെ വിളിപ്പിക്കാൻ പറഞ്ഞു. അല്പസമയത്തിനു ശേഷം തിയോ അച്ഛൻ അയൽക്കാർ രണ്ടുപേർക്കും പ്രാർത്ഥിക്കുന്നതിനിടയിൽ മത്തായി എത്തിച്ചേർന്നു. മത്തായിയും വർക്കിയും തമ്മിലുള്ള അനുരഞ്ജന ചർച്ച വളരെ ഭംഗിയായി കലാശിച്ചു. ഒടുവിൽ ഒരു വലിയ ജനക്കൂട്ടത്തിനു മുൻപിൽ അവർ രണ്ടയൽക്കാരും സമാധാനം കണ്ടെത്തി. വർക്കിക്ക് പിന്നീട് നടക്കാൻ മര്യാദയ്ക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അയാൾക്ക് ഉള്ളിൽ സമാധാനം അനുഭവപ്പെട്ടു. എല്ലാ ദിവസവും മത്തായി വർക്കിയെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് ചെല്ലും. അധ്യായം 9. ആധുനിക റോബിൻഹുഡ്. ഒരു ദിവസം തിയോ അച്ഛനോട് മരണം കാത്തുകിടക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി രോഗിലേപനം എന്ന സൗഖ്യകുദാശ നൽകാൻ ആവശ്യപ്പെട്ടു. പുറത്ത് ശക്തമായ മഴ പെയ്തിരുന്നുവെങ്കിലും തിയോ അച്ഛന് അതൊന്നും പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം തനിക്ക് വേണ്ടതെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ ആ ദൂരയാത്രയ്ക്ക് മഴയിൽ ചെളി നിറഞ്ഞ റോഡിലൂടെ നടന്നു. തിയോ അച്ഛൻ നിശ്ചയിച്ച വീട്ടിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം ആകെ നനഞ്ഞു കുതിർന്നിരുന്നു. ഡേവിഡും അയാളുടെ 5 മക്കളും തിയോ അച്ഛനെ ആകാംക്ഷയോടെ വാതിൽക്കൽ വെച്ച് വരവേറ്റു. തിയോ അച്ഛനെ കണ്ടതിൽ അവർ വളരെയധികം സന്തോഷിക്കുകയും എന്നാൽ അതേസമയം ഡേവിഡ് വളരെയധികം അപമാനിതനായി കാണപ്പെടുകയും ചെയ്തു. കാരണം തന്റെ ഭാര്യ ഒരു മുള കൊണ്ടുള്ള ഒരു പായയിൽ മരണം കാത്തുകിടക്കുമ്പോൾ മേൽക്കൂരയിൽ വലിയൊരു തുളയുള്ളതിനാൽ അതിലൂടെ തങ്ങളുടെ അമ്മയുടെ മേലെ വെള്ളം വീഴാതിരിക്കുവാൻ കുട്ടികൾ ഒരു കുട ഉപയോഗിച്ചിരുന്നു. നനഞ്ഞ് അലങ്കോലപ്പെട്ടു കിടക്കുന്ന വീടായതിനാൽ തിയോ അച്ഛൻ ഡേവിഡിനോട് ക്ഷമ ചോദിച്ചു. തിയോ അച്ഛന്റെ പ്രധാന വിഷയം താൻ രോഗിലേപനം നൽകാൻ വേണ്ടി വന്ന ഡേവിഡിന്റെ ഭാര്യയാണ്. അദ്ദേഹം മരിച്ചുകൊണ്ട് കിടക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഡേവിഡും കുട്ടികളും ചുറ്റും കൂടി നിന്നപ്പോൾ തിയോ അച്ഛൻ പ്രാർത്ഥനാ പുസ്തകം തുറന്നു കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലി. തിയോ അച്ഛൻ അതിനുശേഷം വിശുദ്ധ എണ്ണ ഉപയോഗിക്കുകയും അവളുടെ നെറ്റിയിലും ഉള്ളം കൈയിലും നെഞ്ചിലും കാതുകളിലും കണ്ണുകളിലും മൂക്ക്, കാല് എന്നിവയിലും കുരിശു വരച്ചു. അദ്ദേഹം തന്റെ ശുശ്രൂഷ തുടരുകയും ആ സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും മക്കളെയും ആശ്വസിപ്പിച്ചു. അദ്ദേഹം പിന്നെ ഡേവിഡിനു നേരെ തിരിഞ്ഞു. മേൽക്കൂര ശരിയാക്കാൻ സഹായിക്കണമോ എന്ന് ചോദിച്ചു. ഡേവിഡ് തന്റെ പക്കൽ പണമില്ലെന്നും എങ്ങനെയാണ് മേൽക്കൂര ശരിയാക്കുന്നത് എന്ന് അറിയില്ല എന്നും പറഞ്ഞു. തിയോ അച്ഛൻ പറഞ്ഞു, ഡേവിഡ്, നാളെ തന്നെ ഞാൻ കുറച്ച് തൊഴിലാളികളെയും നമ്മുടെ പള്ളിയിലെ കുറച്ച് നിർമ്മാണ വസ്തുക്കളും അയച്ചു തരാം. അടുത്ത ദിവസം 5 പണിക്കാരാണ് മേൽക്കൂര നിർമ്മാണ വസ്തുക്കളുമായി ഡേവിഡിന്റെ വീട്ടിലേക്ക് വന്നത്. മഴ മാറി കാർമേഘങ്ങളെ വകഞ്ഞുമാറ്റി സൂര്യൻ വന്നു. ഡേവിഡിനും കുടുംബത്തിനും പണിക്കാർ പുതിയ മേൽക്കൂര നൽകി. ഡേവിഡും തന്റെ മക്കളും നന്നായി ശ്രദ്ധിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ ഡേവിഡിന്റെ ഭാര്യ സമാധാനിച്ചു. തിയോ അച്ഛൻ ആളുകളെ ആത്മീയമായി മാത്രമല്ല ബാഹ്യമായ അനുഗ്രഹങ്ങളും വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആവശ്യത്തിലധികം വസ്തുതകളുള്ള ആളുകളെ ഒന്നുമില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ച് എങ്ങനെ തങ്ങളുടെ വസ്തുവകകൾ പങ്കുവെക്കണമെന്ന് പഠിപ്പിക്കുന്നു. അധ്യായം 10. ഇലക്ട്രീഷ്യനും പ്ലംബറും. ആശ്രമത്തിലെ വെള്ളസംഭരണിയിൽ വെള്ളത്തിന്റെ അളവെത്ര എന്നറിയാൻ തിയോ അച്ഛൻ പതിവായി എണിയിൽ കയറി നോക്കും. മോട്ടോർ കേടുവന്നപ്പോൾ അദ്ദേഹം അത് നന്നാക്കി.
ഇലക്ട്രിക് ബൾബുകൾ കേടാവുമ്പോൾ സന്യാസികൾ തിയോ അച്ഛനോട് അത് പരിശോധിക്കാൻ അഥവാ നന്നാക്കാൻ ആവശ്യപ്പെടാം. തന്റെ കഴിവുറ്റ കൈകൾ കൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ കഴിയുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു രാത്രി ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ആശ്രമത്തിനടുത്തുള്ള മരത്തിനും മിന്നലേറ്റു. ഈ മിന്നൽ കാരണം കെട്ടിടത്തിൽ ഒരു വൈദ്യുത ആഘാതം ഏൽക്കുകയും എല്ലാ ബൾബുകളും ട്യൂബുകളും എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിപ്പോവുകയോ ഉപയോഗരഹിതമാവുകയോ ചെയ്തു. എല്ലാ ലൈറ്റുകളും ഉപകരണങ്ങളും മാറ്റിവാങ്ങുക ചിലവേറിയതാണ്. സന്യാസിമാർ ദരിദ്രരും ആ നഷ്ടങ്ങൾ നികത്താൻ പണമില്ലാത്തവരുമായിരുന്നു. ഇപ്പോൾ അവർ പൂർണ്ണ അന്ധകാരത്തിലാണ്. ചില സന്യാസിമാർ മിന്നാമിനുങ്ങുകൾ പോലെയുള്ള മെഴുകുതിരികൾ കത്തിക്കും. ആശ്രമത്തിലെ വരാന്തയും പഠനമുറിയും ചാപ്പലും എല്ലാം തിളങ്ങി. അതേസമയം തിയോ അച്ഛൻ ഫ്ലാഷ് ലൈറ്റും പിടിച്ച് ഇലക്ട്രിക് പാനലിൽ പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താൻ തുടങ്ങി. കെട്ടിടങ്ങൾക്ക് സംഭവിച്ച അപകടം വളരെ വലുതാണെന്നും അത് നന്നാക്കാൻ ഒരുപാട് ചിലവേറുകയും ചെയ്യും. തിയോ അച്ഛൻ മറ്റു അച്ഛന്മാരെയും ബ്രദർമാരെയും ചാപ്പലിലേക്ക് ക്ഷണിച്ചു. ചാപ്പലിൽ കൂടിച്ചേർന്ന് എല്ലാവർക്കും ഒരു കത്തിച്ചുവെച്ച മെഴുകുതിരി നൽകി. എല്ലാ സന്യാസികളും ചാപ്പലിൽ കൂടിച്ചേർന്നപ്പോൾ തിയോ അച്ഛൻ പ്രാർത്ഥനകൾ തുടങ്ങി. അദ്ദേഹം അസീസിലെ ഫ്രാൻസിസ് വിശുദ്ധന്റെ സമാധാന പ്രാർത്ഥന വെച്ചാണ് തുടങ്ങിയത്. കർത്താവേ, എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. ഇരുട്ടുള്ള സ്ഥലത്ത് വെളിച്ചമുണ്ടാകട്ടെ. തിയോ അച്ഛൻ സന്യാസികളോട് ഓരോ മുറിയിലേക്കും വരാന്തയിലേക്കും അടുക്കളയിലേക്കും പഠനമുറികളിലേക്കും ആഘോഷപൂർവ്വം ചെന്ന് പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെട്ടു. സന്യാസികൾ മുറിയിൽ നിന്നും മുറിയിലേക്കും ഹാളിൽ നിന്ന് ഹാളിലേക്കും പോകുമ്പോൾ തിയോ അച്ഛൻ ബൾബുകളും ട്യൂബുകളും പരിശോധിച്ചു. അദ്ദേഹം ബൾബുകൾ ചെറുതായി തൊടുകയും വരാന്തയിലെ ട്യൂബുകൾക്ക് മസാജ് ചെയ്യുകയും ചെയ്തു. അതിനിടയിൽ ലൈറ്റുകൾ ഓരോന്നായി തെളിഞ്ഞു തുടങ്ങിയത് വലിയ അത്ഭുതമായി. പൂർണ്ണമായി കത്തിപ്പോയ ബൾബുകൾ വരെ നന്നായി പ്രകാശിക്കാൻ തുടങ്ങി. അത് പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അധ്യായം 11. ജോലിയില്ലാത്ത ആൾ. ജോസഫ് അമേരിക്കയിലായിരുന്നെങ്കിൽ ചാപ്റ്റർ 11 പാപ്പരായി എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നേനെ. അയാൾക്ക് 18 മാസം മുൻപ് ജോലി നഷ്ടപ്പെട്ടു. അയാൾക്ക് തന്റെ 7 മക്കളെയും ഭാര്യയെയും നന്നായി നോക്കണം. അയാൾ തന്റെ നീക്കിയിരുപ്പ് എല്ലാം എടുത്ത് ഭാര്യയുടെ ആഭരണം ബാങ്കിൽ കൊടുത്ത് ഒരു ലോൺ എടുത്തു. അയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാലേ മതിയാവൂ. അയാൾക്ക് എല്ലാം ഉപേക്ഷിക്കാൻ തോന്നി. തന്റെ മക്കളുടെ മുൻപിൽ ഒഴിഞ്ഞ പാത്രം കാണുന്നത് സഹിക്കുകയും ചെയ്യില്ല. അയാളുടെ ഭാര്യ ജീവിക്കാൻ വേണ്ടി അയൽക്കാരിൽ നിന്ന് പണം കടം വാങ്ങും. ഒരു ദിവസം ജോസഫിന്റെ ഭാര്യ ഓടി വന്നു. ആശ്രമത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും സൗജന്യ ഭക്ഷണം നൽകുന്നുണ്ടെന്ന് അയാളെ അറിയിച്ചു. ജോസഫ് ഭാര്യയോട് പറഞ്ഞു, ഈ ഭക്ഷണം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാ. അയാളുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നമ്മളും പാവപ്പെട്ടവരാണ്. തിയോ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ജോസഫ് പള്ളിയിലേക്ക് പോയി. പ്രാർത്ഥനയ്ക്കു ശേഷം സൗജന്യ ഭക്ഷണം വിളമ്പി. ജോസഫ് ക്ഷമയോടെ വരിയിൽ നിന്നു. ഒരു വാഴയിലയിൽ സേവകന്മാർ ചോറും പയറും കറിയും അച്ചാറും വിളമ്പി. സന്തോഷവും കൃതജ്ഞതയും നിറഞ്ഞു ജോസഫ് ശ്രദ്ധാപൂർവം വാഴയിലയിലെ ഭക്ഷണം മടക്കി വീട്ടിലേക്ക് മടങ്ങി ഭാര്യയ്ക്കും മക്കൾക്കും നൽകാമെന്ന് കരുതി. അയാൾ പോകാൻ നേരം തിയോ അച്ഛൻ ജോസഫിന്റെ തോളിൽ തട്ടി വിളിച്ചു, സഹോദര, നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കാത്തത്? ജോസഫ് പറഞ്ഞു, ഈ മീൻ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉദ്ദേശിച്ച് ഞാൻ എടുത്തതാണ്. ജോസഫ് കരയാൻ തുടങ്ങി. തിയോ അച്ഛനോട് തനിക്ക് തന്റെ കുടുംബത്തെ നോക്കി നടത്താൻ ഒരു നല്ല ജോലി വേണമെന്ന് പറഞ്ഞു. വിശ്വസിക്കുക സഹോദര, തിയോ അച്ഛൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകൾ ഇപ്പോൾ കേട്ടിരിക്കുന്നു. നീ ഭക്ഷിക്കുക. വീട്ടിലേക്ക് ആവശ്യമുള്ള അധിക ഭക്ഷണം നൽകാൻ ഞാൻ സേവകന്മാരോട് പറയാം. തിയോ അച്ഛൻ ജോസഫിന്റെ തോളിൽ കൈവച്ചു പറഞ്ഞു, സഹോദര, നാളെ ആശ്രമത്തിൽ വന്ന് നമ്മുടെ പള്ളി പണിയാനുള്ള പണിക്കാരുടെ ടീമിൽ ചേരുക. നിന്റെ കുടുംബത്തെ നോക്കി നടത്താനുള്ള പണം നിനക്ക് നൽകപ്പെടും. തങ്ങളെ തന്നെ വിശ്വസിക്കുന്ന ആളുകളെ ദൈവം അനുഗ്രഹിക്കുന്നു. ഒരത്ഭുതം ശൂന്യതയിൽ നിന്നുണ്ടാകുന്നില്ല, പക്ഷേ വിശ്വാസത്തിലും കഠിനാധ്വാനത്തിലും നടക്കുന്നു. നമ്മുടെ ഭാഗം നമ്മൾ നോക്കിയാൽ ബാക്കി ദൈവം നോക്കിക്കൊള്ളും. അധ്യായം 12. ജൂനിപ്പർ തെറാപ്പി നായ. ഇത് മാസത്തിലെ ഒരു 2ാം ശനിയാഴ്ചയായിരുന്നു. രോഗശാന്തി നൽകുന്ന കുർബാനയിൽ രോഗബാധിതരായ കുട്ടികളെ മാതാപിതാക്കൾ പങ്കെടുപ്പിക്കുന്ന ദിവസം. എല്ലാതരം അസുഖങ്ങളും ബാധിച്ച കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവയിൽ കണ്ടെത്തിയ ചില അസുഖങ്ങൾക്ക് ചികിത്സ പോലുമില്ലായിരുന്നു.
മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ തിയോഅച്ഛൻ അനുഗ്രഹിക്കണമെന്നുണ്ടായിരുന്നു. തിയോഅച്ഛൻ കുട്ടികളെ സുഖപ്പെടുത്താൻ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു. പലതരം വിശ്വാസങ്ങളുള്ള മാതാപിതാക്കൾ വരെ തങ്ങളുടെ മക്കളെ തിയോഅച്ഛന്റെ കൈകളാൽ സുഖപ്പെടുത്തുന്നത് അനുഭവിച്ചിട്ടുണ്ട്. താനല്ല, യേശുവാണ് കുട്ടികളെ സുഖപ്പെടുത്തുന്നതെന്ന് തിയോഅച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എങ്കിലും മാതാപിതാക്കൾ പറയുന്നത് തിയോഅച്ഛൻ തങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തിയെന്നാണ്. ഈ രോഗശാന്തി ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് തിയോഅച്ഛൻ പറഞ്ഞിട്ടുണ്ട്, താൻ ദൈവത്തിന്റെ രോഗശാന്തി ശുശ്രൂഷയുടെ വളരെ ചെറിയ ഉപകരണം മാത്രമാണ്. ആളുകൾ ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം അഥവാ മറ്റെന്തെങ്കിലും മതത്തിൽ വിശ്വസിച്ചാലും വിശ്വാസം എന്നതിനാണ് പ്രാധാന്യം. തിയോഅച്ഛൻ അവരോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ദൈവമാണ് എപ്പോഴും രോഗസൗഖ്യം നൽകുന്നത്. പകുതി മാത്രം പണി കഴിഞ്ഞ പള്ളിയിൽ പെട്ടെന്ന് തന്നെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും നിറഞ്ഞു. പള്ളിക്കകത്ത് സ്ഥലമില്ലാത്തതിനാൽ വൈകി വരുന്നവർ പുറത്തു നിൽക്കേണ്ടി വരും. ചില കുട്ടികൾ കരയുന്നുണ്ട്. ചിലർ മാതാപിതാക്കളുടെ കയ്യിലോ തോളിലോ നിശബ്ദരാണ്. ഈ ബഹളങ്ങൾക്കിടയിലും വിശുദ്ധ കുർബാന തുടങ്ങുന്നതിനു മുൻപ് തിയോഅച്ഛൻ മാതാപിതാക്കളോട് ദൈവത്തിന്റെ ആത്മാവിനോട് തുറന്ന മനസ്സ് കാട്ടാൻ നിർദ്ദേശിച്ചു. യേശുവിന്റെ അനുഗ്രഹം മാതാപിതാക്കളുടെ വിശ്വാസത്തിന്റെ തീവ്രത അനുസരിച്ച് കുട്ടികളിലേക്ക് ഒഴുകട്ടെ. തിയോഅച്ഛൻ അവരെ ഓർമ്മപ്പെടുത്തി, ബാഹ്യ അടയാളങ്ങൾ വഴി പൂർണ്ണ സൗഖ്യം വന്നു എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആന്തരിക അടയാളങ്ങൾ വഴി ഉള്ളിൽ സമാധാനവും ആഹ്ലാദവും തോന്നാം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിയോഅച്ഛൻ ഓരോ രോഗബാധിതരായ കുട്ടികളുടെയും മേൽ കൈവച്ച് പ്രാർത്ഥിക്കും. തിയോഅച്ഛൻ മാതാപിതാക്കളോട് കൈകൾ ഉയർത്തി അനുഗ്രഹിക്കാൻ ആവശ്യപ്പെടുകയും അതുവഴി കുട്ടികളെ സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഫലപ്രദമായ ഉപകരണമായും മാറാം. തിയോഅച്ഛൻ പിന്നെയും മാതാപിതാക്കളോട് ഓരോ ദിവസത്തെയും അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാൻ ഉപദേശിച്ചു. രോഗശാന്തി കുർബാനയും ശുശ്രൂഷകളും കഴിഞ്ഞപ്പോൾ തിയോഅച്ഛൻ ഒരുപാട് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും കാണാനും അഭിവാദനം ചെയ്യാനും പള്ളിയുടെ പുറത്തേക്കു ചെന്നു. അദ്ദേഹം കുട്ടികളും മാതാപിതാക്കളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജയനെയും അയാളുടെ നായയെയും കണ്ടു. അയാൾ ദൂരെ തിയോഅച്ഛനെ കാണാൻ കാത്തുനിൽക്കുകയായിരുന്നു. തിയോഅച്ഛൻ അയാളുടെ അടുത്തു ചെന്ന് അയാളുടെയും നായയുടെയും വിശേഷങ്ങൾ അന്വേഷിച്ചു. നായ പെട്ടെന്ന് തന്നെ തിയോഅച്ഛന്റെ കാൽ കീഴിൽ കിടന്നു. തിയോഅച്ഛൻ കുനിഞ്ഞിരുന്ന് അതിനെ ലാളിച്ചു. ജയൻ തിയോഅച്ഛനോട് പറഞ്ഞു, അവനെ നോക്കൂ, ഈ നായയ്ക്ക് എന്നേക്കാൾ പ്രിയം അങ്ങയോടൊപ്പം കഴിയാനാണ്. തിയോഅച്ഛൻ തനിക്ക് ഒരു നായയെ ആവശ്യമില്ല എന്നും, എന്നാൽ ജയന് നായയെ ആശ്രമത്തിനു നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ താൻ അതിനെ നന്ദിപൂർവ്വം സ്വീകരിക്കുമെന്നും പറഞ്ഞു. ജയനും നായയും സന്തോഷിച്ചു. തിയോഅച്ഛൻ നായയ്ക്ക് ജൂനിപ്പർ എന്ന് പേരിട്ടു. അന്നു മുതൽ തിയോഅച്ഛന്റെ സന്തത സഹചാരിയാണ് ജൂനിപ്പർ. കുട്ടികൾ തിയോഅച്ഛന്റെ അടുക്കൽ അനുഗ്രഹത്തിനായി വരുമ്പോൾ ജൂനിപ്പർ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു തെറാപ്പി നായയായി കുട്ടികളെ ശാന്തരാക്കാനും ദൈവാനുഗ്രഹം ലഭിക്കാനായി അവരെ സഹായിക്കാനും കൂടെയുണ്ടാകും. തിയോഅച്ഛൻ കുട്ടികളെ അനുഗ്രഹിക്കുമ്പോൾ അവരെ ശാന്തരാക്കുന്നത് ജൂനിപ്പറാണ്.